അരിയൊന്നും അരക്കാതെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ട് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റുമാണ് ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് അരിപ്പൊടി, പുട്ടുപൊടി, മൈദ ഇത്രയും ചേർത്തിട്ട് 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്ത ശർക്കര ചെറു ചൂടോട് കൂടെ ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവർ ചൂട് വേണ്ട കേട്ടോ. മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചിരവിയ തേങ്ങയും 2 ഏലക്ക കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ട് അടിച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ആ ഒരു പുട്ടുപൊടിയുടെ തരികളൊന്നും പോവരുത് കേട്ടോ. ചെറിയൊരു തരിയോട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറിയ ജീരകം 2 നുള്ളു ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഞാനിത് പൊരിച്ചെടുക്കുന്നത് അതിഥിയുടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇതിൽ പൊരിച്ചെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഒരു ചെറിയ തീയിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ നമ്മുടെ നെയ്യപ്പം ഒട്ടും ശരിയാവില്ല. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ചൂട് കൂടി പോയാൽ മാവ് ആകെ പരന്നു പോകും കേട്ടോ. അപ്പം എണ്ണ നന്നായിട്ട് കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചൂട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല ടേസ്റ്റാണ്, ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ, നല്ല സോഫ്റ്റുമാണ്. ഇഷ്ടമായാൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.